നമുക്ക് പലതും പറയാനുണ്ട്. പലരുടെയും ബൈബിളിന്റെ 1-ാമത്തെ പേജിൽ കാണും രക്ഷിക്കപ്പെട്ട ദിവസം, സ്നാനപ്പെട്ട ദിവസം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദിവസം. ചിലപ്പോ പറയത്തില്ലേ, ഇരുന്ന പാകീറി, ഓ ദേശമെല്ലാം ഇറങ്ങി വന്നു. ഈയിടെ ഞാൻ കേട്ടൊരു സംഭവം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ചലിച്ച ഇന്ത്യയിലെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ച് ഏത് ബുക്ക് എഴുതിയിട്ടുണ്ടോ അവിടെ ആ ചരിത്രത്തിൽ ഈ സ്ഥലമുണ്ട്. ഈയിടെ ഒരാള് യേശു കർത്താവ് ദൈവമെന്ന് ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വിളിച്ചു പറഞ്ഞു, വി ഡോണ്ട് വാണ്ട് ടു ഹിയർ മെസ്സേജസ് ലൈക്ക് ദിസ്. ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ഇവിടെ പറയണ്ട. സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉണർവിന്റെ സ്ഥലം, എന്നാൽ ഇന്നോ യേശു ദൈവം എന്ന് പറയാൻ ഒക്കാത്ത സ്ഥലം. എന്നെ കേൾക്കുന്ന പ്രിയ വാത്സല്യ സഹോദരിമാരെ, സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നമുക്കും ഒരുപാട് പറയാനുള്ളവരാ. സുവിശേഷം കേട്ടവർ, യേശുവിൽ വിശ്വസിച്ചവർ, തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചവർ, ആത്മാവിനെ പാനം ചെയ്തവർ. എന്നാൽ അതേ ആൾക്കാരോട് പൗലോസ് പറയുന്നു, നീ സ്നാനപ്പെട്ടാലും, നീ തിരുവഴുത്തിനെ അനുസരിച്ചു എന്ന് നിനക്ക് തോന്നിയാലും, കർത്തൃമേശ നുറുക്കിയാലും, ഒരേ ആത്മാവിനെ പാനം ചെയ്ത് നീ പ്രവചിച്ചാലും, നിന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും, ഈ ജഡീകനാണെന്ന് പറയുമ്പോ നമ്മൾ കാണാതെ പോകുന്ന എന്തോ കാര്യമുണ്ടല്ലോ. കയ്യടിയല്ല നിങ്ങളെ അസാധാരണമാക്കുന്നത്, അന്യഭാഷയല്ല നിങ്ങളെ അസാധാരണമാക്കുന്നത്, അത്ഭുതങ്ങളല്ല നമ്മളെ അസാധാരണമാക്കുന്നത്. പിണക്കമില്ലാത്തൊരു കൂട്ടത്തെയാ ലോകം പറയേണ്ടത്. ഇത് അസാധാരണ മനുഷ്യരാ, ഇത് ദൈവത്തിന്റെ മനുഷ്യരാ. അല്ലേ ഇതെല്ലാം വെച്ചോണ്ടും നാട്ടുകാർ പറയും ഇത് സാധാരണ മനുഷ്യരല്ലേ, ഇത് കേവല മനുഷ്യരല്ലേ.